ഹലോ നമസ്കാരം, ഞാൻ ബിന്ദുവാണ്. ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹൈദരാബാദിലെ കുറച്ച് രുചികളും നെഹ്റു സുവോളജിക്കൽ പാർക്കിലെ വിശേഷങ്ങളും പിന്നെ കുറഞ്ഞ ചെലവിൽ ഹൈദരാബാദിൽ താമസിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മലയാളി സ്റ്റേയുടെ വിശേഷങ്ങളുമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഗോൽക്കൊണ്ട പാലസിലെ കാഴ്ചകളാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോ. ഗോൽക്കൊണ്ട പാലസിൽ നിന്നും ഞങ്ങൾ നേരെ പോയത് ചാർമിനാറിൻ്റെ ഭാഗത്തേക്കാണ് കേട്ടോ. ചാർമിനാറിൻ്റെ ഭാഗത്തേക്ക് പോകാനുള്ള പ്രധാന കാരണം ചാർമിനാർ കാണാമെന്നുള്ള ഉദ്ദേശത്തെക്കാൾ ഉപരി ഞങ്ങൾക്ക് നല്ല ബിരിയാണി കഴിക്കണം എന്നുള്ളതായിരുന്നു. ചാർമിനാറിൻ്റെ ഭാഗത്തുള്ള ഹോട്ടലുകളിൽ നല്ല ഒന്നാന്തരം ഹൈദരാബാദി ബിരിയാണി കിട്ടുമെന്ന് കേട്ടതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചത്. ഗോൽക്കൊണ്ട പാലസൊക്കെ നടന്ന് കണ്ട് ശരിക്കും ക്ഷീണിച്ചിരുന്നു, നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചാർമിനാറിൻ്റെ ഭാഗത്തേക്ക് പോയി. ഞാൻ ചാർമിനാറിൻ്റെ മുകളിലേക്കൊന്നും കയറിയില്ല. മുകളിൽ കയറി ചാർമിനാർ വിശദമായിട്ട് കാണുകയൊന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിശദമായ വീഡിയോ ചാർമിനാറിൻ്റെ എടുത്തിട്ടുമില്ല. ഇത് ചാർമിനാറിൻ്റെ ആ ഭാഗത്തുള്ള സ്ട്രീറ്റാണ്. നല്ല ഭംഗിയുള്ള വളകളും നല്ല ഡ്രസ്സുകൾ ഒക്കെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ഭാഗം. പക്ഷേ ഇവിടെ നമ്മൾ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യണം. അതുകൊണ്ട് തന്നെ അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിയാമെന്നുണ്ടെങ്കിലാണ് നമുക്കിവിടെ കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നല്ല പേള് കിട്ടുന്ന സ്ഥലം കൂടിയാണ് ചാർമിനാറിൻ്റെ ആ ഭാഗം. അവിടെയുള്ള കടകളിൽ നല്ല പേള് കിട്ടും. പക്ഷേ പേളിനെ കുറിച്ച് നന്നായിട്ട് നമുക്ക് അറിവ് വേണം, അതുപോലെ തന്നെ ബാർഗെയിൻ ചെയ്യാനുള്ള കഴിവും വേണം. ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പേളും വാങ്ങിയില്ല, ഡ്രസ്സ് ബാംഗിൾസ് ഒന്നും വാങ്ങിച്ചില്ല, പർച്ചേസ് ഒന്നും ചെയ്തില്ല. ജസ്റ്റ് അവിടെ പോയി എല്ലാം ഒന്ന് കണ്ടിട്ട് പോകുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇവിടം നല്ല രുചികളുടെ സ്ഥലമാണ് കേട്ടോ. നല്ല ഹൈദരാബാദി ബിരിയാണി കിട്ടും, അതുപോലെ രസ്മലായി കിട്ടും, പിന്നെ അതുപോലെ ഒരുപാട് സ്വീറ്റ്സും നല്ല ചായയും ബിസ്ക്കറ്റുകൾ അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു പ്രദേശം. ഞങ്ങൾ നല്ല ഹൈദരാബാദി ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഷബാദ് എന്ന പേരുള്ള ഹോട്ടലിലാണ് കയറിയത്. അപ്പോൾ അവിടെ ഹോട്ടലിൽ കയറിയപ്പോൾ അവിടെ മട്ടൻ ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി, പിന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഞങ്ങൾ ഒരു മട്ടൻ ബിരിയാണിയും ഒരു ചിക്കൻ ബിരിയാണിയും ഓർഡർ ചെയ്തു. ചിക്കൻ ബിരിയാണിയേക്കാൾ നല്ല ടേസ്റ്റ് മട്ടൻ ബിരിയാണിക്കാണ് തോന്നിയത് കേട്ടോ. പിന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഒരു ബിരിയാണി വാങ്ങിയാൽ 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു. അവിടുന്ന് തിരിച്ച് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോന്നു. പിറ്റേ ദിവസം മോള് ജോലിക്ക് ജോയിൻ ചെയ്യുന്ന ദിവസമാണ്. അവൾ ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോയി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഹോട്ടൽ വെക്കേറ്റ് ചെയ്യാണ്. കാരണം മോൾക്ക് കൂട്ടിനായിട്ടാണ് ഞങ്ങൾ ഈ 2 ദിവസം അവിടെ താമസിച്ചത്. ഇപ്പോൾ മോള് ജോലിക്ക് കയറി. ഇനിയിപ്പോൾ ഞങ്ങൾ അവിടെ താമസിക്കേണ്ട കാര്യമില്ല. ഇനി മാത്രമല്ല, ഞങ്ങൾക്ക് വേറെ കുറച്ച് സ്ഥലങ്ങൾ കാണാനും 1-2 സ്ഥലത്ത് പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടത്തേക്കാൾ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മലയാളി ഹോം സ്റ്റേ ഞങ്ങൾ കണ്ടെത്തി. അങ്ങനെ ഞങ്ങൾ ആ മലയാളി ഹോം സ്റ്റേയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഞങ്ങൾ അവിടെ കണ്ട ഒരു ഉടുപ്പി ഹോട്ടലിൽ കയറി മസാല ദോശ കഴിച്ചു കേട്ടോ. അവിടുത്തെ മസാല ദോശ എന്ന് പറയുന്നത് ഇങ്ങനെ കുറേ മസാല ദോശയിൽ ഇങ്ങനെ തേച്ച് മടക്കി തന്നിട്ടുള്ളൊരു ദോശയാണ്. ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു, വലിയ കുഴപ്പമില്ല. അതിനുശേഷം ഞങ്ങൾ ബുക്ക് ചെയ്ത മലയാളി അപ്പാർട്ട്മെൻറ്റിലെത്തി. നമുക്ക് ഹൈദരാബാദിലൊക്കെ ചെല്ലുമ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു അപ്പാർട്ട്മെൻറ്റാണിത്. ഇത് ടോമി ആൻഡോ എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ അപ്പാർട്ട്മെൻറ്റാണ്. ഇതൊരു 4 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റാണ്. അതിൽ 3 ബെഡ്റൂമുകളും അവരിതുപോലെ വരുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ഹോം സ്റ്റേ ആക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് ശരിക്കും ഒരു ഹോംലി ഫീൽ നൽകുന്ന ഒരു സ്ഥലം തന്നെയാണിത്. നല്ല വൃത്തിയുള്ള ഒരു റൂമും ബാത്റൂമും ഒരു ബാൽക്കണിയും നമുക്കവർ തരും. AC റൂമാണെങ്കിൽ 1500 രൂപയാണ് റെൻറ്റ്. AC ഇല്ലെങ്കിൽ 1000 രൂപയാണ് കേട്ടോ. ഇതിപ്പോഴത്തെ റെൻറ്റാണ്. ഭാവിയിൽ ഇതിന് മാറ്റം വരുമെന്ന് എനിക്കറിയില്ല. ഞാനിത് പറയുന്നത് 2024 ജൂൺ മാസത്തിലെ റെൻറ്റാണ് കേട്ടോ. നമുക്ക് തരുന്നത് ബെഡ്റൂമും ബാത്റൂമും ബാൽക്കണി ആണെങ്കിൽ പോലും ഡ്രോയിങ് റൂമിലിരുന്ന് TV കാണാനും സംസാരിക്കാനും ഡൈനിങ് ടേബിളിലിരുന്ന് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് കഴിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ഇവരുടെ അടുക്കളയാണ്. അവിടെ ചെന്ന് ഞങ്ങളുടെ ബാഗൊക്കെ ഞങ്ങളുടെ റൂമിൽ വെച്ചതിന് ശേഷം ഞങ്ങൾ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഞങ്ങൾക്ക് നെഹ്റു സുവോളജിക്കൽ പാർക്ക് കാണണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വന്ന ടാക്സിയിൽ തന്നെ ഞങ്ങൾ സുവോളജിക്കൽ പാർക്കിലേക്ക് പോയി. സുവോളജിക്കൽ പാർക്കിലെത്തിയാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ടിക്കറ്റ് എടുക്കുകയാണ്. ഇവിടെ ഒരു ടിക്കറ്റിന് 70 രൂപയാണ് ചാർജ് കേട്ടോ. വലിയ ആളുകളുടെ ഒരു ടിക്കറ്റിന് 70 രൂപയാണ്. ഞങ്ങൾക്ക് 2 പേർക്ക് 140 രൂപയായി. പക്ഷേ 140 രൂപയ്ക്ക് കാണാനുള്ളത് ഈ പാർക്കിലുണ്ട്. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്കതിൻ്റെ ഉള്ളിലേക്ക് കയറാം.
പാർക്കിനുള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കാണുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇത്. ഇതിനുള്ളിൽ 4-5 തരം പക്ഷികളെ പാർപ്പിച്ചിരിക്കുന്ന ഒരു ഏരിയയാണിത്. ഇനി നമ്മൾ കാണുന്നത് മുതലകളുടെ വാസസ്ഥലമാണ്. ഇവിടെ കുറേ മുതലകളുണ്ട്. കുറേ എണ്ണം വെള്ളത്തിൽ കിടക്കുന്നുണ്ട്, കുറേ കരയ്ക്ക് കയറി കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മുതലകളുണ്ട് ഈ ഭാഗത്ത്. ഇവർക്കെല്ലാം ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ചുറ്റുപാട് ഇവർ ഒരുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു നല്ല കാര്യമാണ്. എല്ലാത്തിനും കൂട്ടിലിങ്ങനെ വെറുതെ അടച്ചിട്ടേക്കല്ല. അവർക്ക് കുളവും കരയിൽ കയറി കിടക്കാൻ ഒരുപാട് സ്ഥലവും അങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊരു വലിയ ജിറാഫാണ്. ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച പ്രതിമയാണെന്ന്. അനങ്ങാതെ നിൽക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ പിന്നെ ആൾ തലയൊക്കെ അനക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നോക്കുകയൊക്കെ ചെയ്തു. ഇവിടുന്ന് അങ്ങോട്ട് മാനുകളുടെ ഏരിയയാണ്. പലതരത്തിൽപ്പെട്ട മാനുകളാണ് ഇവിടെ ഉള്ളത്. ഏറ്റവും നല്ല സന്തോഷമായിട്ട് തോന്നിയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് ജീവിക്കാൻ അനുകൂലമായൊരു സാഹചര്യം ഇവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. നിറയെ പുല്ലുണ്ട്, പിന്നെ വെള്ളമുണ്ട്, ഇവർക്ക് ധാരാളം സ്ഥലമുണ്ട് ഇങ്ങനെ മേഞ്ഞ് നടക്കാനൊക്കെ. ഇവിടെ പുള്ളിമാനാണ് കേട്ടോ. ഒരു കൊമ്പുള്ള പുള്ളിമാനും ഒരു കൊമ്പില്ലാത്ത പുള്ളിമാനും, 2 പേരാണ് ഇവിടെയുള്ളത്. ഇവിടെ വേറൊരു ഇനം മാനുകളാണ് കേട്ടോ. കലമാൻ എന്നൊക്കെ പറയില്ലേ, ആ ഇനാണെന്നാണ് തോന്നുന്നത്. ഈ പാർക്ക് നടന്ന് കാണാൻ കാലിന് വേദനയൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ വണ്ടിയിൽ കയറിയിട്ട് ഈ പാർക്ക് മുഴുവനും ചുറ്റിക്കാണാം. ഇനി വരുന്നത് പക്ഷികളുടെ ലോകമാണ്. പലതരത്തിൽപ്പെട്ട പല ഇനം പക്ഷികളെ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മൾ കാണുന്നത് കരയിലെ ഏറ്റവും വലിയ പക്ഷിയായ ഒട്ടകപ്പക്ഷീനെയാണ്. ആ മരക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ മറഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ. ഒട്ടകപ്പക്ഷിയെ കണ്ടു കഴിഞ്ഞാൽ അടുത്ത് തന്നെ എമു ഉണ്ട്. എമുവിനെയും കാണാം. ഇവിടെ 2 സ്വാൻ. ഈ ചെടികളുടെ ഇടയിൽ ഒരാൾ വിളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങേരുടെ പേരെനിക്കറിയില്ല, പേരവിടെ എഴുതി വെച്ച് കണ്ടില്ല. എന്തായാലും നല്ല ഭംഗിയുള്ളൊരു പക്ഷിയാണ്. നല്ല ഭംഗിയുണ്ട് അതിനെ കാണാൻ. അവിടെ കുറച്ച് ദൂരത്തിൽ പുല്ല് മേഞ്ഞ ഒരു ചെറിയ ഷെഡ് കാണുന്നില്ലേ, ആ ഷെഡിൽ കാണ്ടാമൃഗമാണുള്ളത് കേട്ടോ. ഇത് ദൂരേന്നാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇവിടെ കാണുന്നത് ഹിപ്പോപ്പൊട്ടാമസ് ആണ്. വെള്ളത്തിലായിരുന്നു, വെള്ളത്തിൽ നിന്ന് ഇപ്പം ഇങ്ങോട്ട് കയറി വന്നതാണ്. ഈ കൂടിനുള്ളിലുള്ളത് പുള്ളിപ്പുലിയാണ് കേട്ടോ. ആ വലകൾക്കിടയിലൂടെ ആളെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, വളരെ ചെറുതായിട്ടേ കാണാനുള്ളൂ. ഇനി നമുക്ക് കാട്ടിലെ രാജാവിനെ കാണാം. സിംഹം. അവിടെ ഒരു പാറപ്പുറത്ത് ആൾ റെസ്റ്റ് എടുക്കുകയാണ്. വേറെയും സിംഹങ്ങളുണ്ടെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ ആരും പുറത്ത് വരുന്നില്ല. അവിടെ ഗുഹയുടെ ഉള്ളിലോ മറ്റോ ഒളിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ഈ ഒരാൾ മാത്രമേ ആ പാറപ്പുറത്ത് കിടന്ന് ഇങ്ങനെ സുഖമായിട്ട് ചെറുതായിട്ടൊരു ഇളം വെയിൽ കൊണ്ടിങ്ങനെ കിടക്കുകയാണ്. പാർക്കിലെ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് ക്ഷീണിച്ച് ഞങ്ങൾ തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ്. ഹൈദരാബാദിൽ നല്ല റസ്മലായി കിട്ടും എന്നറിഞ്ഞതുകൊണ്ട് തന്നെ ഞാനും ചേട്ടനും കൂടി ഒരു കടയിൽ കയറി നല്ല ഒരു റസ്മലായി കഴിച്ചു കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണം കേട്ടോ. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.